ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടമലക്കുടിയുടെ വികസനത്തിന് സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ചിന്നക്കനാലിൽ വീണ്ടും വഴിയടച്ച് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം. വിശദമായ വാർത്തയിലേക്ക്. ഇടമലക്കുടിയുടെ വികസനത്തിന് സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്ത് ഓഫീസ് യാഥാർത്ഥ്യമാക്കി. ആ ഓഫീസ് സ്മാർട്ടാക്കി മാറ്റി. ഇടമലക്കുടിയുടെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുമെന്നും MB രാജേഷ് മൂന്നാറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് ഓഫീസ് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, ഒരു സ്മാർട്ട് പഞ്ചായത്ത് ഓഫീസ് തന്നെയായിട്ടത് മാറി. ഇന്നിപ്പോൾ K-സ്മാർട്ടിൽ നിന്ന് ആദ്യത്തെ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ഇടമലക്കുടിയുടെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അത് തുടരും. ഇപ്പോൾ റോഡായി, റോഡിൻ്റെ അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിലും റോഡായി. അതുപോലെ തന്നെ ആശുപത്രി, അതുപോലെ വൈദ്യുതി, ഇങ്ങനെയുള്ള മൊബൈൽ കണക്ടിവിറ്റി,
ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഇടമലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഇടമലക്കുടിക്കുള്ള പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ചിന്നക്കനാലിൽ വീണ്ടും വഴിയടച്ച വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. സിമന്റ് പാലത്തിന് സമീപം ആനയിറങ്കൽ ഡാമിലേക്കുള്ള റോഡാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച് അടച്ചത്. റിസർവ് വനം എന്ന ബോർഡ് സ്ഥാപിച്ച് റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് കയ്യേറ്റം നടത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രദേശത്ത് വനംവകുപ്പിന് ഭൂമിയില്ലെന്നാണ് വില്ലേജ് അധികൃതരും വ്യക്തമാക്കുന്നത്. ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപമുള്ള ഭൂമി വനംവകുപ്പ് കയ്യേറുകയും പിന്നീട് റിസർവ് വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നാട്ടുകാരുടെ അടക്കം വലിയ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടയിലാണ് സിമന്റ് പാലത്തിന് സമീപമുള്ള റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ചത്. അനുവാദമില്ലാതെ ഭൂമിയിൽ പ്രവേശിക്കരുതെന്നും അതിക്രമിച്ചു കടന്നാൽ കേസെടുക്കുമെന്നുമാണ് ബോർഡിൽ പറയുന്നത്. ആനയിറങ്കൽ ജലാശയത്തിലേക്ക് എത്തുന്ന വഴി കൂടിയാണ് ബോർഡ് സ്ഥാപിച്ച് വനംവകുപ്പ് അടച്ചത്. ചിന്നക്കനാലിലെ സർക്കാർ ഭൂമിയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരായി വനംവകുപ്പ് മാറുകയാണെന്നും നാട്ടുകാരെ കുടിയൊഴിപ്പിച്ച് മേഖല വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിലവിൽ റവന്യൂ രേഖകൾ പ്രകാരം വനം വകുപ്പിന് 1 സെന്റ് പോലും ഭൂമി ഇല്ലാതെ നിൽക്കുന്ന മേഖലയിലാണ് വനം വകുപ്പ് അനധികൃതമായ ഒരു സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മൂന്നാർ കുമളി റോഡ് രാജഭരണകാലം തൊട്ടുള്ള മൂന്നാർ കുമളി റോഡ് പോലും കെട്ടിയടച്ചുകൊണ്ട് റിസർവ് ഫോറസ്റ്റ് ആണെന്നും അതിൽ പ്രവേശിച്ചാൽ 25,000 രൂപയും കഠിന നടവും എന്നുള്ള രീതിയിൽ ബോർഡ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തികച്ചും അന്യായമാണ്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന ഭൂമിയാണ് നിലവിലിപ്പോൾ റിസർവ് ഫോറസ്റ്റായി 829 ഏക്കർ ഭൂമി നിലവിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പിൻവലിച്ച് ഇവിടെ സാധാരണ ജനങ്ങൾക്കും ആദിവാസികൾക്കും നൽകാനുള്ള ഭൂമി നൽകിക്കൊണ്ട് ജനജീവിതം സാധ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം ചിന്നക്കനാലിൽ വനംവകുപ്പിന്റെ അധീനതയിൽ ഭൂമിയില്ല എന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ്. 2019 ആനയിറങ്കൽ ജലാശയത്തിന് ചുറ്റുമുള്ള സ്ഥലം ഉൾപ്പെടുത്തി പുതിയ ദേശീയ ഉദ്യാനം സ്ഥാപിക്കുന്നതിന് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. സർക്കാർ ഈ നിർദ്ദേശം തള്ളിയെങ്കിലും വനംവകുപ്പ് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 276 ഹെക്ടർ ഭൂമിയും ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമിയും ഉൾപ്പെടെ 1252 ഹെക്ടറാണ് ദേശീയ ഉദ്യാനത്തിനായി വനംവകുപ്പ് കണ്ടെത്തിയിരുന്നത്. ഇതെല്ലാം റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയുമാണ്. ഈ ഭൂമി വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണ് വനംവകുപ്പ് ഇപ്പോഴും തുടരുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം. നേര്യമംഗലം ചാക്കോച്ചി വളവിന് സമീപം വെച്ച് സ്വകാര്യ ബസ്സുകൾ തമ്മിലിടിച്ചു. ഓട്ടത്തിനിടയിൽ ഒരു ബസ് മറ്റൊരു ബസിന്റെ പിറകിലിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ ചെറിയ പരിക്കുകൾ സംഭവിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. ദേശീയപാതയിൽ നേര്യമംഗലം ചാക്കോച്ചി വളവിന് സമീപം വെച്ച് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാണ് അപകടം സംഭവിച്ചത്. ഓട്ടത്തിനിടയിൽ ഒരു ബസ് മറ്റൊരു ബസിന്റെ പിറകിലിടിക്കുകയായിരുന്നു. അടിമാലിയിൽ നിന്നും തൊടുപുഴ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോയ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ ബസിന്റെ മുൻഭാഗത്തിനും മറ്റൊരു ബസിന്റെ പിൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞും ശക്തമായ മഴവെള്ളപ്പാച്ചിലും കുഞ്ചിത്തണ്ണിയിൽ ഗതാഗത തടസ്സം. കുഞ്ചിത്തണ്ണി വൈസന്മാലി റോഡിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് സമീപമാണ് റോഡിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത്. ഇന്നുച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് ശക്തമായ മഴയാണ് പെയ്തത്. കുഞ്ചിത്തണ്ണി ടൗൺ ഭാഗത്ത് ശക്തമായ മഴയാണ് പെയ്തത്. കനത്ത മഴയെ തുടർന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലാണ് റോഡിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത്. കുഞ്ചിത്തണ്ണി വൈസന്മാലി റോഡിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് സമീപം വലിയ തോതിൽ റോഡിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയെത്തി. റോഡിൽ മണ്ണ് നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മണ്ണിടിഞ്ഞെത്തിയ സമയം റോഡിൽ ആളുകളും വാഹനങ്ങളും ഇല്ലാതിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി. മഴയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. ഇത് സമീപവാസികളിൽ ആശങ്കയുയർത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. യുവാക്കളുടെ ശാക്തീകരണത്തിന് YMCA എന്നും താങ്ങും തണലുമെന്ന് പ്രൊഫസർ അലക്സ് തോമസ്. 183 വർഷം മുൻപ് ആരംഭിച്ച ലോകത്തെ 124 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന YMCA പ്രസ്ഥാനം യുവാക്കളുടെ ശാക്തീകരണത്തിനെന്നും താങ്ങും തണലുമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ അലക്സ് തോമസ് പറഞ്ഞു. രാജാക്കാട് YMCAയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
183 വർഷം മുമ്പ് ആരംഭിച്ച ലോകത്തെ 124 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന YMCA പ്രസ്ഥാനം യുവാക്കളുടെ ശാക്തീകരണത്തിന് എന്നും താങ്ങും തണലുമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ അലക്സ് തോമസ് പറഞ്ഞു. രാജാക്കാട് YMCAയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി കേരള റീജിയന്റെ ചെയർമാനായി ഞാൻ ഭാരവാഹിത്വം ഏറ്റെടുത്തപ്പോൾ ഇത്ര പേടി തോന്നിയിരുന്നില്ല. ഇപ്പോഴാണ് എന്നോട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും തിരിതെളിയിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. എൻ്റെ ദൈവമേ, ഞാനിതാ ഒരു പുതിയ YMCAയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പുതിയ തലമുറയെ വിമുക്തനാക്കുന്നതടക്കം നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജകുമാരി YMCA പ്രസിഡന്റ് പിയൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന ചെയർപേഴ്സൺ കുമാരി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് അലക്സാണ്ടർ മുഖ്യപ്രഭാഷണം നടത്തി. റീജിയണൽ സെക്രട്ടറി ഡേവിഡ് സാമുവൽ പുതിയ YMCA അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് ഇടുക്കി സബ് റീജിയൻ ചെയർമാൻ മാമ്മൻ ഈശോ നേതൃത്വം നൽകി. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ ചെയർമാൻ സാജോ പന്തത്തലയ്ക്കൽ, YMCA പൂനെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ ട്രഷററുമായ ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ, റീജിയണൽ കമ്മിറ്റി അംഗം ബേബി ചെറിയാൻ, സബ് റീജിയണൽ ജനറൽ കൺവീനർ സനു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജാക്കാട് YMCA പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, സെക്രട്ടറി ബാബു ജോസഫ്, ട്രഷറർ PD ദേവസ്യ, വൈസ് പ്രസിഡന്റ് സാബു തോമസ്, ജോയിന്റ് സെക്രട്ടറി സോഫി സാൻഡി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ CB കൊച്ചുവെള്ളാട്ട്, ഡെയ്സൺ മാത്യു, ജോഷി പുതിയടത്ത്, ടിംസൺ ജോർജ്, ടൈറ്റസ് ജേക്കബ്, ജോബിൻ മാത്യു, അനു നോബി എന്നിവരടങ്ങുന്ന പുതിയ ഭരണസമിതി ചുമതലയേറ്റു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കിയിൽ കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി ഘടിപ്പിച്ചത് ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികളുടെ സമരത്തെ തുടർന്നാണ്. 2019 വ്യാജ പട്ടയമുണ്ടാക്കി സ്വകാര്യ കമ്പനിക്ക് മറിച്ചുവിറ്റ ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ തോട്ടം തൊഴിലാളികൾ കുടിൽകെട്ടി സമരം നടത്തിയത്. 3 മാസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്തു. ഏറ്റെടുത്ത ഭൂമി തോട്ടം തൊഴിലാളികൾക്ക് വിതരണം നടത്തുമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ ഇന്നും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല. പോകാൻ മറ്റൊരിടവുമില്ലാത്തതിനാൽ വിരമിച്ചിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങാതെ എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിയുന്നവർ നിരവധിയാണ്. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ 3 ഏക്കർ 70 സെന്റ് സർക്കാർ ഭൂമി വ്യാജ പട്ടയമുണ്ടാക്കി വൻകിട കമ്പനിക്ക് മറിച്ചുവിറ്റതെറിഞ്ഞ് തോട്ടം തൊഴിലാളികൾ അന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. നടപടിയെടുക്കുവാൻ ആദ്യഘട്ടത്തിൽ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. തുടർന്ന് വീടും സ്ഥലവുമില്ലാത്ത 100 കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികൾ ഈ ഭൂമിയിലെത്തി സമരം ആരംഭിച്ചു. സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തി. മുൻനിരയിൽ CPI തന്നെ അണിനിരന്നു. അധികൃതർ മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ കുടിൽകെട്ടിയ ഇടങ്ങളിൽ തറകെട്ടി വീട് നിർമ്മിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപനം നടത്തി. അങ്ങനെ 3 മാസം നീണ്ടുനിന്ന ശക്തമായ തൊഴിലാളി പ്രക്ഷോഭത്തിനൊടുവിൽ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത സർക്കാർ വക സ്ഥലമെന്ന ബോർഡ് സ്ഥാപിച്ചു. ഏറ്റെടുത്ത ഭൂമി ഉടൻ തന്നെ ഭവനരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം നടത്തുമെന്ന റവന്യൂ വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു അന്ന് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ വാക്ക് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ്. സർക്കാർ ഏറ്റെടുത്ത ഭൂമി എന്ന് പറഞ്ഞാൽ 2018-19 കാലഘട്ടത്തിൽ തോട്ടം തൊഴിലാളികൾ അവിടെ കുടിൽ കെട്ടി സമരം നടത്തിയ ഒരു ഭൂമിയാണ് ഈ ഭൂമി. ഇതൊരു വിവാദ ഭൂമിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ ഒരു സെൻറ്റ് ഭൂമിയോ ഒരു വീടോ വാജികമായിട്ട് ഒരു വീടോ ഇല്ലാത്ത തോട്ടം തൊഴിലാളിയാണ് ഈ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നത്. അവർ റിട്ടയർഡ് കഴിഞ്ഞാൽ ഇതുവരെ കമ്പനി റിട്ടയർഡ് വാങ്ങിക്കാതെ പല കുടുംബങ്ങളും റോട്ടിൽ കൂടെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കമ്പനിക്കാരൻ നാളെ ഒരു പോലീസിനോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും നിയമ വഴി കണ്ടുകെത്തി ആ തൊഴിലാളികളെ റോട്ടിലേക്ക് ഇറക്കി വിട്ടാൽ അവർക്ക് വേറെ ഒരു വഴിയില്ല, റോട്ടിൽ തന്നെ കിടന്നു മരിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് തോട്ടം തൊഴിലാളി പോകുന്നത്. പോകാനും കയറിക്കിടക്കാനും മറ്റൊരു ഇടമില്ലാത്ത തോട്ടം തൊഴിലാളികളുടെ ഏക ആവശ്യമാണ് സ്വന്തമായി ഒരു കൊച്ചു കൂര എന്നത്. എന്നാൽ അത് സർക്കാർ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്.
ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇവർ വാങ്ങിയിട്ടില്ല. അത് വാങ്ങണമെങ്കിൽ വീട് പൂട്ടി താക്കോൽ കമ്പനിയെ ഏൽപ്പിക്കണം. പോകാൻ മറ്റൊരിടമില്ലാത്തതിനാൽ ആനുകൂല്യങ്ങൾ വാങ്ങാതെ ഇപ്പോഴും ലയങ്ങളിൽ തുടരുന്നവരും നിരവധിയാണ്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇടവേള. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സ് ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തെറ്റ് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. കോൺടാക്ട് 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോപ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ സാഹസിക യാത്ര. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. യുവാക്കൾ വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്ന സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ വാഹനത്തിൽ സാഹസികതയ്ക്ക് മുതിരുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിലാണ് ട്രാവലറിൽ ഒരു കൂട്ടം യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത്. യുവാക്കൾ വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്ന് സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. ട്രാവലറിന് പിന്നാലെ എത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മധ്യവേനൽ അവധി ആരംഭിച്ച് ഇത്തവണ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തിയതിനു ശേഷം നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്കായി മൂന്നാറിൽ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ MLA AK മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കരസ്ഥമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ താഴെത്തട്ട് മുതൽ ഏകോപിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ടു പോകുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്താകെ നേതാക്കളെയും പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് പരിശീലന ക്യാമ്പുകൾ നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ദേവികുളം നിയോജക മണ്ഡലത്തിൽ വരുന്ന 12 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് മൂന്നാറിൽ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
മുൻ MLA AK മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർ നല്ലതാണ് ഈ 12 പേര് എന്നുള്ള ഒരു അഭിപ്രായം ഇതൊക്കെയുണ്ടെങ്കിൽ കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് S വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഫാക്കൽറ്റിയായ PY അനിൽകുമാർ ക്യാമ്പിൽ ക്ലാസ് നയിച്ചു. നേതാക്കളായ PV സ്കറിയ, G മുനിയാണ്ടി, MD അർജുനൻ, സജി, PA അബ്ദുൾ റഷീദ്, D കുമാർ, ജോർജ് തോമസ്, ബാബു P കുര്യാക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. ദേശീയ സേവാഭാരതി കേരളം K ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി അടിമാലിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലാണ് ദേശീയ സേവാഭാരതി കേരളം K ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി ഭവന നിർമ്മാണം നടത്തിയത്. മാളിയേക്കൽ പടിഞ്ഞാറേതിൽ ജയശ്രീക്കും കുടുംബത്തിനുമായാണ് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും ദുർഘടമായി കിടക്കുന്ന മേഖലയിലേക്കുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവർക്ക് ചികിത്സ സംവിധാനം ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. ചിറ്റിലപ്പള്ളിയുടെയും സഹായത്തോടു കൂടി സേവാഭാരതി ഇത്രയും വളരെ വിപുലമായ രീതിയിലുള്ള ഈ പദ്ധതി പക്ഷേ മറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യില്ലാത്ത കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനശ്രദ്ധയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരും രാഷ്ട്രീയത്തിനതീതമായി ഈ സേവാഭാരതിയെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ സേവാഭാരതി പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടൊരുമ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുന്നു. സേവാഭാരതി അടിമാലി പ്രസിഡന്റ് PK മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ സംഘചാലക് EM മോഹനൻ മംഗളപത്ര സമർപ്പണം നടത്തി. RSS വിഭാഗ് സംഘചാലക് KN രാജു സേവാ സന്ദേശം നൽകി. ES പീതാംബരൻ, MV ജയൻ, PG സന്തോഷ് കുമാർ, വിവിധ സാമുദായിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സേവാഭാരതി അടിമാലിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. സിറ്റി വിഷൻ അടിമാലി. തനിക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന അഡ്വക്കേറ്റ് രാജ MLA. കേസിൽ തങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധമുള്ള തെളിവുകൾ അല്ല എതിർകക്ഷി കോടതി ഹാജരാക്കിയത്. ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങളാണ് തങ്ങൾ സുപ്രീം കോടതിയിലും ഉന്നയിച്ചിട്ടുള്ളതെന്ന് A രാജ MLA മൂന്നാറിൽ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. സുപ്രീം കോടതി വിധി ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മാർച്ച് മാസം 2023 21-ാം തീയതി ഹൈക്കോടതിയിൽ എന്നെ അയോഗ്യനാക്കി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ് തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം 2 കാര്യങ്ങളാണ് പ്രയറായിട്ട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, അദ്ദേഹം മതപരിവർത്തനം നടത്തി ആരോപണമാണ്. അതുകൊണ്ട് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹതയില്ല എന്നാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. കുളിക്കാനിറങ്ങിയ യുവാവ് പെരിയാറ്റിൽ മുങ്ങി മരിച്ചു. ഉപ്പുതറ കാക്കത്തോട് പാറയ്ക്കൽ തോമസ് ചാക്കോയുടെ മകൻ ജെറിൻ P തോമസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 4 ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രക്കടവിന് സമീപമുള്ള പണ്ടാരക്കയത്തിലാണ് അപകടം. വിജയ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ് ജെറിൻ. കോട്ടയത്തിന് പോകാനായി അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ഇരട്ടയാർ സ്വദേശി സോബിനും മറ്റൊരു സുഹൃത്തും ഉച്ചകഴിഞ്ഞ് ജെറിന്റെ വീട്ടിലെത്തി. തുടർന്ന് കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ കടവിലെത്തി. കുളിക്കുന്നതിനിടെ മറുകരയിലെത്തി തിരികെ നീന്തുന്നതിനിടെ കൈകാലുകൾ കുഴഞ്ഞ് ജെറിൻ കയത്തിൽ മുങ്ങി. ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് സമീപവാസിയായ കലവകനാക്കുന്നൽ സുനിൽ ഓടിയെത്തി ആഴക്കയത്തിൽ നിന്ന് ജെറിനെ മുങ്ങിയെടുത്തു. അപ്പോഴേക്കും അമ്പലക്കടവിലെ വള്ളക്കാരും എത്തി. ഉടൻ തന്നെ സോബിന്റെ കാറിൽ ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തിച്ചു.
അപ്പോഴും ജെറിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതിരുന്നതിനാൽ അവിടെ നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ ബിന്ദു, സഹോദരി ജോംസി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സെന്റ് ആൻഡ്രൂസ് CSI പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടമലക്കുടിയുടെ വികസനത്തിന് സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. ചിന്നക്കനാലിൽ വീണ്ടും വഴിയടച്ച് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.